മൂന്നാം ലോക രാജ്യം എന്ന വിളിപ്പേരുണ്ടായിരുന്ന ഇന്ത്യ കഴിഞ്ഞ കുറേയധികം നാളുകളായി സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. അതിൽ സദാചാര പോലീസിംഗ് ഉൾപ്പെടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലിഞ്ചിങ് ഉൾപ്പെടെ അങ്ങേയറ്റം പീഡിപ്പിച്ച് കൊല്ലുന്ന സാഹചര്യങ്ങൾ വരെ വളരെ സാധാരണമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യം കഴിഞ്ഞ കുറേയധികം നാളുകളായി സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന അല്ലെങ്കിൽ സ്ത്രീകൾ കൂടി സമൂഹത്തിന്റെ ഭാഗമായി ഉയർന്നു വരേണ്ടുന്ന രീതിയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നായിരുന്നു 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയപ്പോൾ പ്രധാനമന്ത്രിക്ക് തൊട്ടരികിലായി പതാക ഉയർത്താൻ നിന്ന ഒരു വനിതാ ഓഫീസർ. ഇതുപോലെയുള്ള ധാരാളം പ്രതീകങ്ങളിലൂടെ ഇന്ത്യ കഴിഞ്ഞ കുറേയധികം നാളുകളായി സ്ത്രീകളെ എങ്ങനെയാണ് രാജ്യം നോക്കി കാണുന്നതെന്ന് ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പതാക ഉയർത്താൻ അസിസ്റ്റന്റായി നിന്നിരുന്ന രാജ്യം തിരഞ്ഞ ആ പെൺകരുത്ത് ഫ്ലൈയിംഗ് ഓഫീസർ രാഷിക ശർമ്മയായിരുന്നു. 2047ഓടെ സമ്പന്നവും സുരക്ഷിതവും ധീരവുമായ ഒരു രാഷ്ട്രം എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്ന നയാ ഭാരത് എന്നായിരുന്നു ഇത്തവണത്തെ ആഘോഷത്തിന്റെ പ്രമേയം. ആ പ്രമേയത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഒരു വനിതയെ തന്നെ മോദി ഫ്ലാഗ് ഹോസ്റ്റ് അസിസ്റ്റന്റായി നിയമിച്ചത് ഇന്ത്യയുടെ വനിതകളുടെ കരുത്ത് കാണിക്കാൻ കൂടിയാണ്. ഇത് രാജ്യത്തിന് അഭിമാനകരവും സുപ്രധാനവുമായ ഒരു നിമിഷമായും കണക്കാക്കേണ്ടതുണ്ട്. 27 വയസ്സുള്ള രാഷിക പ്രധാനമന്ത്രിയുടെ അരികിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തോടുള്ള ഔപചാരിക സല്യൂട്ട് അർപ്പിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചു. മകളുടെ കഴിവിലും ഇച്ഛാശക്തിയിലും എപ്പോഴും തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്ന ഇതേ ഫ്ലാഗ് ഹോസ്റ്റിംഗ് മൊമെന്റ് ആസ്വദിച്ചുകൊണ്ട് ഈ രാഷികയുടെ മാതാപിതാക്കളും പവലിയനിലുണ്ടായിരുന്നു.